രോഗികൾക്ക് രാത്രി ചികിത്സാ സേവനങ്ങൾ നിർത്തലാക്കിയ ഭരണക്കാരെ ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല, ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നിഷേധ മാർച്ച് സിന്ദാബാദ്, നിഷേധ മാർച്ച് സിന്ദാബാദ്. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പാവം നിർത്തല രോഗികൾക്ക് രാത്രി ചികിത്സാ സേവനങ്ങൾ നിർത്തലാക്കിയ ഭരണക്കാരെ നിങ്ങൾക്കെതിരായി ഉയരുന്നു പ്രതിഷേധത്തിൻ ഘോഷാഗ്നി. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്. ഈ പ്രതിഷേധ മാർച്ചിന്റെയും ധർണാ സമരത്തിന്റെയും പ്രാധാന്യം എന്ന് ഇവിടെ മുഴക്കിയിട്ടുള്ള മുദ്രാവാക്യങ്ങളിലൂടെ നമുക്ക് അവർക്കും മനസ്സിലായിട്ടുണ്ട്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ വർഷങ്ങളായി ഡോക്ടർമാരെ കൃത്യമായി ഇവിടെ നിയമിക്കുകയോ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സഹായം ലഭിക്കാനോ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ കഴിഞ്ഞ വർഷങ്ങളായി UDF-ഉം CPM എന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളും നിരന്തരമായ സമരം നടത്തി വരികയാണ്. ഇന്നലെ 24/2/2025 പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഒരു ഉത്തരവിറക്കുകയുണ്ടായി. 357/2025 എന്ന് പറയുന്ന ഉത്തരവിൽ പ്രതിപാദിച്ചിരിക്കുന്നത് 24/2/2025 രാത്രി 8 മണിക്ക് ശേഷം ഈ ആശുപത്രിയിൽ പ്രസവത്തിനായി വരുന്ന സ്ത്രീ ആയിരിക്കാം. അതുകൊണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഇവിടെ കണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുന്നവർ, മറിച്ച് ഒരു പുരുഷ ഡോക്ടറാണെങ്കിൽ രാത്രി 8 മണിക്ക് ശേഷം താലൂക്ക് ആശുപത്രി പൂട്ടി താക്കോല് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസറോ ഏൽപ്പിച്ചുകൊണ്ട് മടങ്ങാനുള്ള ഒരു അഭിപ്രായമായിരിക്കും അവരുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത് തോന്നുന്നു. നമുക്കറിയാം, ഒട്ടനവധി വിഷയങ്ങൾ പേരാവൂർ താലൂക്ക് ആശുപത്രിയുമായിട്ടുള്ള നമ്മൾ ഇതുവരെ സമയത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. RF ഉൾപ്പെടെയുള്ള 4-5 പഞ്ചായത്തുകളിലെ നിർത്തലായിട്ടുള്ള രോഗികൾ ഏത് സമയത്തും ഇവിടെ വന്ന് ചികിത്സാ സഹായം ലഭിക്കേണ്ട ഈ ആശുപത്രിക്ക് മറ്റെന്തോ ഒരു ദുരുദ്ദേശത്തിന്റെ പേരിലാണ് ഈ കഴിഞ്ഞ 4-5 വർഷക്കാലമായും ഇനി അങ്ങോട്ടും ഒരു അറിയിപ്പ് വരുന്നതുവരെ ഇവിടെ 8 മണിക്ക് ശേഷം കാഷ്വാലിറ്റി ഇല്ല എന്നുള്ളൊരു ഉത്തരവ് മെഡിക്കൽ സൂപ്രണ്ട് ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഞാൻ ഏറെ നിർമ്മിപ്പിക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചും വേറെ ആശുപത്രിയുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ധർണാ സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ബഹുമാനപ്പെട്ടിട്ടുള്ള AICC-യുടെ മെമ്പർ ശ്രീ നാരായൺ അവர்களാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ വേറെ ബഹുമാനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് സുധി ജെയിംസോടെ സന്നിഹിതരാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോ അവരെയും ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ DCC-യുടെ മെമ്പർ ശ്രീ PC രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർഗീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരും മണ്ഡലം പ്രസിഡന്റുമാർ,
KPCC മെമ്പർമാർ, DCC മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ബൂത്ത് പ്രസിഡന്റുമാർ മുഴുവൻ ആളുകളും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗ നടപടികൾ നേടുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമതി ജൂബിലി ചാക്കോയെ ഏറെ ബഹുമാനത്തോട് ക്ഷണിക്കുന്നു. ബഹുമാനായ ഉദ്ഘാടകൻ AICC മെമ്പർ ശ്രീ VA നാരായണൻ അവറുകൾ, ഏറെ ബഹുമാനായ DCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സുധീർ ജെയിംസ്, ഏറെ ബഹുമാനായ DCCയുടെ ജനറൽ സെക്രട്ടറി PC രാമകൃഷ്ണൻ, ഏറെ ബഹുമാനപ്പെട്ട കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി DCC മെമ്പർ കൂടിയായിട്ടുള്ള പൂക്കോത്ത് അബൂബക്കർ, DCCയുടെ ഏറെ ബഹുമാനരായിട്ടുള്ള മെമ്പർ ശ്രീ ജോസ് നടപ്പുറം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, എക്സ് സർവീസ്മാൻ, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ കുഞ്ഞിരാമൻ നമ്പ്യാർ, ഏറെ ബഹുമാനരായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ഗിരീഷേട്ടൻ, ഏറെ ബഹുമാനായിട്ടുള്ള ശ്രീ പൊയ്യിൽ മുഹമ്മദ് ഖാൻ, യൂത്ത് കോൺഗ്രസിന്റെ ഏറെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറെ ബഹുമാനരായിട്ടുള്ള പ്രസിഡന്റുമാർ, ശ്രീ നമേഷ്, ഷഫീർ ചെക്കിയാട്ട്, സേവാദൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീ പ്രകാശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഏറെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാർ, ബൂത്ത് പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമ്മൾ ഒരു ജനകീയ സമരവുമായി വീണ്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് സൂപ്രണ്ടിന്റെ ഒരു കത്ത് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായത്. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ HMC കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഈ കത്ത് ബഹുമാനിയായ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ സഹിന മേഡം എല്ലാവരിലേക്കുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം രാത്രി 8 മണി വരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, ബാക്കിയുള്ള സമയങ്ങളിൽ കാഷ്വാലിറ്റി പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. എനിക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ ഇതിനു മുൻപും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള HMC കമ്മിറ്റി മുൻപാകിയും HMC കമ്മിറ്റിയിലെ ഒരു മെമ്പർ എന്നുള്ള നിലയിൽ എനിക്കറിയുന്ന കാര്യമാണ്. HMC കമ്മിറ്റി മുൻപാകിയും പൊതുജനങ്ങളോടായും മാധ്യമ പ്രവർത്തകരുടെ മുൻപിലും ഒക്കെ സൂപ്രണ്ട് നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്, ആവശ്യത്തിന് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, ഡോക്ടർമാരുടെ ഒഴിവുകൾ കൃത്യമായി നികത്തണമെന്നുള്ള കാര്യം സൂപ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ ഈ ഉള്ള നേതാക്കന്മാരെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ അറിയിക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന താലൂക്ക് ആശുപത്രി
നീങ്ങുക. ചുറ്റും വൻമതിൽ, ചൈന മതിൽ പോലുള്ള വൻമതിൽ കെട്ടിവെച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ വഴി മുടക്കിക്കൊണ്ട് നിങ്ങൾ വലിയ മതിൽ പണിതാൽ പോരാ. ഇവിടെ വരുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് അവർക്ക് മതിയായ ചികിത്സാ സൗകര്യം ലഭ്യമാക്കാനും കൂടി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യത്തിൽ കേരളം ലോകത്തിന് മുമ്പിൽ ഒന്നാം സ്ഥാനമാണ് എന്ന് പറയുന്ന പിണറായി വിജയനും ലേശമെങ്കിലും ഒഴിപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഈ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമല്ലാത്ത പക്ഷം ഇതൊരു സൂചന സമരമായി എടുത്താൽ മതി. ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. പെട്ടെന്ന് നടത്തിയ ഒരു സമര പരിപാടി ആയിട്ട് കൂടി ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത്ര AICC മെമ്പർ അടക്കമുള്ള നേതാക്കന്മാർ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ബഹുമാനരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട AICC മെമ്പർ ശ്രീ VN നാരായണൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും ബഹുമാന്യനായ ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷയും പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യയായ പ്രസിഡന്റും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി ജൂബിലി ചാക്കോ, കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനും മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ പ്രിയങ്കരനായ ശ്രീ സുദീപ് ജെയിംസ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ PC രാമകൃഷ്ണൻ, പ്രിയപ്പെട്ട ശ്രീ പൊയിൽ മുഹമ്മദ്, ഏറെ ബഹുമാന്യനായ ശ്രീ ജോസേട്ടൻ, ശ്രീ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെമ്പറുമായ ശ്രീ പൂക്കോത്ത് അബൂബക്കർ, പ്രിയപ്പെട്ട എക്സ് സർവീസ്മെൻ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കുഞ്ഞിരാമൻ നമ്പ്യാർ, സേവാദളിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ പ്രകാശൻ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രിയങ്കരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, ഇന്നലെ രാത്രി വളരെ പെട്ടെന്ന് വൈകി ആലോചിച്ച് ഇന്ന് ഇവിടെ ഈ സഹന സമരം നടത്താൻ നേതൃത്വം നൽകിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. പേരാവൂർ ആശുപത്രി കഴിഞ്ഞ കുറെ കാലമായി ഞാൻ 1-2 തവണ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ആശുപത്രി 2 വർഷം മുന്നേ വന്നിരുന്നു. ആ സമയത്തുള്ള അതേ അവസ്ഥയാണ് ഇന്ന് പേരാവൂർ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചൈന മതിൽ പോലെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെയും വിയൂർ സെൻട്രൽ ജയിലിന്റെയും മതിൽക്കെട്ടുകളെക്കാൾ ഉയരത്തിൽ മതിൽ കെട്ടി വേർതിരിച്ച് ആശുപത്രിയുടെ മതിലൊക്കെ നന്നായി വേർതിരിച്ചിരിക്കുന്നു. ആരോടുള്ള പക തീർക്കാനാണ്, ആരോടുള്ള വിദ്വേഷം തീർക്കാനാണ് ഇത്തരത്തിൽ മതിൽ കെട്ടിയതെന്ന് ഞങ്ങൾക്കറിയില്ല. മതിലൊക്കെ കെട്ടിട്ട് ആശുപത്രിയുടെ പ്രവർത്തനമൊക്കെ നടക്കട്ടെ. പക്ഷേ ഇന്നലെ ഇവിടെ ഒരു ഉത്തരവ് കൊടുത്തിരുന്നു. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ രാത്രി 8 മണി വരെയായി. രാത്രി 8 മണിക്ക് ശേഷം നമ്മുടെ നാട്ടിൽ രോഗം വരാതിരിക്കാൻ പിണറായി വിജയന് വല്ല മാന്ത്രിക ശക്തിയുണ്ട്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പേരാവൂരിലെ ജനങ്ങൾക്ക് രാത്രി 8 മണിക്ക് ശേഷം രാവിലെ 8 മണി വരെ രോഗം വരാതിരിക്കാൻ വല്ല മാന്ത്രിക വഴിയുമുണ്ടോ, മാന്ത്രിക ശക്തിയുമുണ്ടോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആദിവാസികൾ ചികിത്സക്കെത്തുന്ന ഒരു ആശുപത്രിയാണ് പേരാവൂർ ആശുപത്രി. പാവപ്പെട്ട രോഗികളാണ് ഇവിടെ. 1000-ഓളം രോഗികൾ ഒരു ദിവസം OPയിൽ ട്രീറ്റ്മെന്റ് നടത്തുന്നു. നമ്മുടെ ആശുപത്രികൾ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം 24 മണിക്കൂറാണ്. രാത്രി കാലങ്ങളിലാണ് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ അത്യാവശ്യമായി വരുന്നത്. വാഹനങ്ങൾ പോലും കിട്ടാത്ത അർദ്ധരാത്രിയിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ടുവരെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമ്മൾ പ്രാഥമികമായ ചികിത്സക്ക് കൊണ്ടുവരുക അടുത്തുള്ള ആശുപത്രിയിലാണ്. ഇനി നമുക്ക് അടുത്തുള്ള ഒരു ആശുപത്രി, പേരാവൂർ ആശുപത്രിയിൽ OP പൂട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള ആശുപത്രി വരുന്നത് തലശ്ശേരി ആശുപത്രിയാണ്. 50 കിലോമീറ്റർ അകലെയാണ് തലശ്ശേരിയിലെ ആശുപത്രി, സർക്കാർ ആശുപത്രി. തലശ്ശേരി ആശുപത്രിയെ കുറിച്ചും അറിയാം. ഞാനൊക്കെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രദേശമാണ്. അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല.
ഇതിനെതിരായി പലതവണയായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരം കൊണ്ട് അത്യാവശ്യമായി സമരം നടത്തുമ്പോൾ മാത്രം ചില പൊടിക്കൈകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും. പക്ഷേ ഇത് ശാശ്വതമായ പരിഹാരം വരെ പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ സജ്ജമാക്കുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുനിന്നുകൊണ്ട് അതിശക്തമായ സമരത്തിന് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നേതൃത്വം നൽകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ മന്ത്രിമാർക്ക്, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് അമേരിക്കയിലേക്ക് പോകാം, ജർമ്മനിയിലേക്ക് പോകാം ചികിത്സക്ക്. പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ട ആദിവാസികൾ, ആ പാവപ്പെട്ട ആദിവാസികൾക്കും സാധാരണക്കാരനും അമേരിക്കയിലേക്ക് പോകാനുള്ള സംവിധാനമില്ല. അവർക്ക് ഈ ആശുപത്രി, താലൂക്ക് ഗവൺമെന്റ് ആശുപത്രികൾ മാത്രമാണ് അവർക്ക് ആശ്രയം എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കണം. ഈ ഗവൺമെന്റ് പാവപ്പെട്ടവരോട് കൊഞ്ഞനം കുത്തുന്ന ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് മാറിയിരിക്കുകയാണ്. പേരാവൂർ ആശുപത്രിയിൽ മാതൃശിശു പദ്ധതി, ജനനി പദ്ധതി, ആ പദ്ധതി നിർത്തം ചെയ്തിരിക്കുകയാണ്. ആവശ്യമായ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ മെഡിസിൻ ആനുകൂല്യങ്ങൾ ഈ പ്രദേശത്തിലെ പെൻഷൻകാർക്ക്, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ തന്നെ ലഭിക്കുന്ന മെഡിസിൻ ആനുകൂല്യങ്ങൾ, ആ മെഡിസിൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ചേർക്കാനും സ്റ്റാഫ് ഇല്ലാത്ത സാഹചര്യം ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളും കുത്തഴിഞ്ഞ ഒരു ആശുപത്രിയായി പേരാവൂർ ആശുപത്രി മാറിയിരിക്കുന്നു. സർക്കാരിന്റെ മൊത്തം ആശുപത്രികളെ കുറിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കോടികളുടെ കടബാധ്യത കൊണ്ട് മരുന്ന് വിതരണം പോലും ഇന്ന് കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിൽ നിർത്തലാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം CM K രാഘവൻ MP അവിടെ മരുന്നില്ല, മുറിവ് വെച്ചു കെട്ടാൻ പരുത്തി പോലും ഇല്ലാത്ത സാഹചര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. നമ്മുടെ ഗവൺമെന്റ് ഇതൊന്നും നോക്കാൻ സമയമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. ഈ ഗവൺമെന്റ് അവരുടെ കാലാവധി തികയാൻ കൃത്യമായി 1 വർഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പഴയ ചൊല്ലുണ്ട്, പാട്ടമെടുത്ത തെങ്ങിൽ നിന്ന് അവസാനത്തെ തേങ്ങ പറിക്കുന്ന പാട്ടക്കാരൻ അവസാനമായി തേങ്ങ പറിക്കുമ്പോൾ അതിന്റെ ഇളനീരും ഒക്കെ തന്നെ പറിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയുണ്ട്. അതുകൊണ്ട് കൈയിട്ട് വരാൻ എന്ത് ലഭിക്കും, ഇടനില കച്ചവടത്തിന് എന്ത് ലഭിക്കും എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഇന്നത്തെ അവസ്ഥ. പരിതാപകരമായ അവസ്ഥയാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ മേഖലകളിലും ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല. കേരളത്തിലെ ആശാ വർക്കർമാർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുന്നവരാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ജനപ്രതിനിധികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആശാ വർക്കർമാർ എന്ന സമരത്തിലാണ്. ആയിരക്കണക്കിന് സഹോദരന്മാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നന്ദഗോപുരങ്ങളിൽ നിന്നുകൊണ്ട് ME ഗോവിന്ദൻ അവരെ പരിഹസിക്കുന്നു. 7000 രൂപ ഒരു മാസം ശമ്പളം കിട്ടുന്ന ആശാ വർക്കർമാർ, ഞാനും നിങ്ങളും 2 വർഷക്കാലം ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുമ്പോൾ കോവിഡ് മഹാമാരി എന്ന ലോകത്തിലെ മഹാദുരന്തത്തെ, ആ മഹാദുരന്തത്തെ തുണവൽക്കരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ എന്റെയും നിങ്ങളുടെയും വീടുകളിലേക്ക് കടന്നു വന്നു, കണക്കെടുത്തു, മരുന്ന് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. കോവിഡ് പോസിറ്റീവായ ആളുകളുടെ വീട്ടിൽ പോലും കടന്നു എന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ലോകം മുഴുവൻ അവരെ ആദരിച്ചപ്പോൾ, കേരളത്തിലെ ആശാ വർക്കർമാരെ ലോകം മുഴുവൻ ആദരിച്ചപ്പോൾ, ആ ആശാ വർക്കർമാർ 7000 രൂപയുടെ കുടിശ്ശിക 6 മാസക്കാലമായി കിട്ടാത്തത് കൊണ്ട് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് സമരത്തിനിറങ്ങിയപ്പോൾ അവരെ പരിഹസിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. മുഖ്യമന്ത്രി, നിങ്ങളുടെ പാർട്ടി പാവപ്പെട്ടവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പരിഹാസമുണ്ട്. കേരളത്തിലെ 21 PSC മെമ്പർമാർ 2,50,000-ൽ കൂടുതൽ രൂപ ഒരു വർഷം ശമ്പളം വാങ്ങുന്ന, ഒരു മാസം ശമ്പളം വാങ്ങുന്ന PSC മെമ്പർമാർക്ക് അവരുടെ ശമ്പളം 3,25,000 കൊടുക്കുന്നു. നമ്മുടെ KV
തോമസ്, ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ഇവിടെയുള്ള വിഷയമല്ല എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. കെ.വി. തോമസ് ഡൽഹിയിലെ ശ്രീ നരേന്ദ്രമോദിയുടെയും ശ്രീ പിണറായി വിജയനെയും ഒന്നിപ്പിക്കുന്ന ആ ഏജന്റ് കെ.വി. തോമസ് എന്ന ഏജന്റിന് 11.5 ലക്ഷം രൂപ ഒരു വർഷം യാത്രാമത്ത് അനുവദിച്ചിരിക്കുന്നു. അങ്ങനെ ദൂരത്തിന്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ്. പക്ഷേ പാവപ്പെട്ടവരെ കാണാൻ അവർക്ക് സാധ്യമല്ല, പാവപ്പെട്ടവരോട് നീതി പുലർത്താൻ അവർക്ക് സാധ്യമല്ല. പാവപ്പെട്ടവർ സമരം നടത്തുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന സമീപനവുമായി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ആശുപത്രി, ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് താലൂക്ക് ആശുപത്രി. ഈ പഞ്ചായത്തിനകത്തുള്ള ജനപ്രതിനിധികൾ പലതവണ ആവശ്യപ്പെട്ടപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ഒരു ഉത്തരവാദപ്പെട്ട സമീപനം ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. തികഞ്ഞ കടുവായസ്ഥ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമീപനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനകത്തും പുറത്തും കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ആരോഗ്യമേഖല കുത്തഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരു കേരളം നമ്പർ വൺ എന്നാണ് കേരളത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1 പല കാര്യങ്ങളിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും വാചാലമായി ഞാൻ കടന്നു പോകുന്നില്ല. പല കാര്യങ്ങളിലും കേരളത്തിന് നമ്പർ 1 ആണ്. മദ്യത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്, മയക്കുമരുന്നിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്, കൊലപാതകങ്ങളുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇന്ന് നമ്മളെ കണ്ടു, തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ 6 ആളുകളെ കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യമായി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് കാരണം? ഈ സംസ്ഥാനത്തെ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബായിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഹബ്ബാക്കി കേരളത്തിന് ഭരിക്കുന്ന ഗവൺമെന്റ് മാറിയിരിക്കുന്നു. പോലീസുകാർക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. സ്കൂളുകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. ആശുപത്രികളിൽ ചെന്നാൽ മരുന്നില്ല. ആശുപത്രിയിൽ ചെന്നാൽ ആശുപത്രികൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. എങ്ങോട്ടേക്കാണ് കേരളം പോകുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, മുഖ്യമന്ത്രി, എങ്ങോട്ടേക്കാണ് നിങ്ങളെ കേരളത്തിനെ കൊണ്ടുപോകുന്നത്? ഈ ഗവൺമെന്റിനെതിരായി അതിശക്തമായി ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ്, രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയല്ല ഞങ്ങൾ സമരം നടത്തുന്നത്. ഒരു വർഷക്കാലം മാസം 20 വരെ നിങ്ങൾക്ക് ഭരണഘടനാപരമായ ബാധ്യതയനുസരിച്ച് നിങ്ങൾക്ക് ഭരിക്കാനുള്ള അർഹതയുണ്ട്. നിങ്ങൾ ആ ഒരു കൊല്ലവും ഭരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ രീതിയിൽ ഞങ്ങൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രീതിയിൽ ജനങ്ങളെ വെല്ലുവിളിച്ച്, പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അടങ്ങിയിരിക്കില്ല എന്ന് മാത്രം വളരെ മിതമായ ഭാഷയിൽ കേരളത്തിൽ ഗവൺമെന്റിനോടായാലും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയോടായാലും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയോടായാലും ഞങ്ങൾ വളരെ മിതമായ ഭാഷയിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇതിന് ന്യായമായ ഒരു പരിഹാരമുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ 2ാം ഘട്ട സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം നേതൃത്വം നൽകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മതത്തോടുകൂടി ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ അധ്യക്ഷ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോലി ചാക്കോ, ശ്രീ PC രാമകൃഷ്ണ, ശ്രീ മുഹമ്മദ് ഖ, ശ്രീ പൂക്കുട്ടിക്ക, ശ്രീ സുഭാഷ് മാസ്റ്റർ, ശ്രീ ജോസ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സമരത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഉദ്ഘാടകനും അധ്യക്ഷയും വളരെയധികം ദീർഘമായി കടന്നുപോയി. ആരെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത്, രോഗിനെയാണോ ഹോസ്പിറ്റലിനെയാണോ എന്ന് ചോദിച്ചാൽ പേരാവൂരിൽ നിന്ന് പറയാൻ കഴിയുന്നത് ഹോസ്പിറ്റലിനെ വേണം ആദ്യം ചികിത്സിക്കാൻ. നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ കാണുന്നത് സമ്മറിന്റെ ദേഹം സിനിമയിൽ സുരേഷ് ഗോപിയും ജയറാമൊക്കെ തുടങ്ങി വെക്കുന്ന ഒരു ഫാമിന്റെ പുറത്തു നിന്ന് നോക്കിയാൽ മനോഹരമായ മതിലുണ്ട്, തുറന്നു നോക്കിയാൽ ഒന്നുമില്ലാത്ത അവസ്ഥ പോലെ ആ സിനിമയിലെ ഫാം പോലെ ഈ ആശുപത്രിയെ മാറ്റിയിരിക്കുന്നു ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഇതിന്റെ ഭരണാധികാരികളും എന്നത് കഴിഞ്ഞ 7 നാളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുപോലത്തെ സാഹചര്യം ആഴ്ചകൾക്ക് മുമ്പ് വന്നപ്പോൾ നിരന്തര സമരത്തിലൂടെ മന്ത്രിക്കെതിരെ പോലും
സമരം നടത്തിയാണ് നമ്മൾ നമ്മുടെ ആവശ്യം നേടിയെടുത്തത്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെയായിരിക്കുന്നു. രാത്രികാല OP നിർത്തിവെച്ചിരിക്കുന്നു. രാത്രികാല OP നിർത്തിവെച്ചിരിക്കുന്നത് പേരാവൂരാണ്, മലയോര പ്രദേശമാണ്. കിലോമീറ്ററോളം ആദിവാസി മേഖല ഉൾപ്പെടെയുള്ള നിറഞ്ഞ ജനസാന്നിധ്യമുള്ള ഒരു മേഖലയിൽ തൊട്ടടുത്ത ആശുപത്രിയെ കുറിച്ച് നാരായണൻ പറഞ്ഞു, തലശ്ശേരി ആശുപത്രിയെ കുറിച്ച്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അവിടെ പോകുന്ന ആളുകളെ അവിടെയുള്ള ഡോക്ടർ നേരെ റെഫർ ചെയ്ത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നു എന്നത് അപ്പുറത്തേക്ക് ഒരു ചികിത്സയും കൊടുക്കാൻ കഴിയാത്ത ആശുപത്രിയായി തലശ്ശേരി മാറിയിരിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു ഗർഭിണിയായ ഗർഭിണി ലിഫ്റ്റ് വർക്ക് ചെയ്യാത്ത മുതൽ നടന്നു കയറുമ്പോൾ പ്രസവവേദന അനുഭവപ്പെടുന്ന സാഹചര്യം. അവിടെയുള്ള ഹൃദയാലയത്തിൽ വരുന്ന ഹൃദയ രോഗികൾക്ക് റൂം കൊടുക്കുന്നത് മുകളിലത്തെ നിലയിലേക്ക്. പക്ഷേ അവർക്ക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അവിടെ പോകുന്ന രോഗികൾ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്ന അവസ്ഥയിലേക്ക്. കേരളത്തിലെ കണ്ണൂരിലെ ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയുടെ അവസ്ഥ ഇത്തരത്തിലായിട്ട് നാളുകളായിരിക്കുന്നു. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ അവസാനത്തെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിലെ സാഹചര്യം. ഈ ആശുപത്രിയുടെ സാഹചര്യം എന്താണ്? മരുന്ന് കൃത്യമായി കൊടുക്കാനില്ല. 5 or 6 മരുന്ന് ഡോക്ടർ എഴുതിയാൽ അത് ഏറ്റവും വില കുറഞ്ഞ 2 മരുന്ന് ഇവിടെ കിട്ടും. ബാക്കി മരുന്ന് പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണം. ആരാണ് കമ്മീഷൻ പറ്റുന്നത് എന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നില്ല. ഇവിടെയുള്ള എക്സ്റേ യൂണിറ്റ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഇവിടെയുള്ള സ്റ്റാഫ് പാർട്ടി എടുത്താൽ പകുതി ജീവനക്കാരെ പോലും കൃത്യമായി ഇവിടെ വെക്കാൻ കഴിയുന്നില്ല, ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും പലരും ലീവ് എടുത്തു പോകുന്നു. സ്റ്റാഫിന്റെ അവസ്ഥ ദയനീയമാണ്. ഇവിടെയുള്ള ഡയാലിസിസ് യൂണിറ്റിന്റെ അവസ്ഥ എടുത്താൽ ഇവിടെ എടുക്കാൻ കഴിയുന്ന ആളുടെ പകുതി എണ്ണം മാത്രമേ പ്രതിക്കാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിന്റെ വില ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഭരിക്കുന്ന CPM ഭരിക്കുന്ന പഞ്ചായത്തുള്ള, CPM ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുള്ള, CPM ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തുള്ള, CPM ഭരിക്കുന്ന സംസ്ഥാനമുള്ള ഈ കേരളത്തിൽ നിങ്ങൾക്ക് കീഴിലുള്ള ഈ ആശുപത്രിയിൽ രാത്രികാല OPക്ക് വേണ്ടി ഒരു ഡോക്ടറെ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ചു പോകേണ്ട സാഹചര്യം അതിക്രമിച്ചു എന്നല്ലാതെ നിങ്ങൾ ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾക്ക് വണ്ടിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി ചികിത്സ നേടാം. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ നിന്ന് ഈ പേരാവൂരിൽ തന്നെ നടത്തിയ സ്വകാര്യ ആശുപത്രിയുടെ മറവിൽ നടത്തിയ സഹകരണ ആശുപത്രിയുടെ മറവിൽ നടത്തിയ കോടികളുടെ അഴിമതി ഞങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. നിങ്ങൾ പുതിയ അഴിമതിക്ക് കളം വെക്കുകയാണ്. ഇവിടെയുള്ള രോഗികളെ സ്വകാര്യ ആശുപത്രി എത്തിക്കൊടുക്കാനുള്ള ദല്ലാൽ പണിയാണ് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ ആശുപത്രിയിൽ ഡോക്ടർമാർ വേണ്ട, ഇവിടെ വരുന്ന രോഗികളെ എല്ലാം തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു തരാമെന്ന കരാറിൽപ്പെട്ട ഒരു പരാജയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാറുമ്പോൾ, ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മാറുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഈ തീരുമാനമെടുത്തപ്പോൾ ഈ തീരുമാനത്തെ തിരുത്തുന്നതിന് ആവശ്യമായ സമര പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ള 24 മണിക്കൂർ OP അല്ലെങ്കിൽ കാഷ്വാലിറ്റി സൗകര്യം ഇല്ല എന്നുള്ള നിങ്ങൾ എടുത്തിട്ടുള്ള ഈ തീരുമാനം തിരുത്തുന്നതുവരെയുള്ള സമരവുമായി, നിങ്ങളെ തിരുത്തിക്കുന്നവരെയുള്ള സമരവുമായി, നിങ്ങളെ കൊണ്ട് തിരുത്തിക്കാൻ ആവശ്യമായ നടപടികളായി ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസിന്റെ പോഷകങ്ങളും മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട DCCയുടെ സെക്രട്ടറി PC രാമകൃഷ്ണൻ, DCC മെമ്പർ ശശിയേട്ടൻ, അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ വടക്കിയിൽ, കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിമാർ ജോർജ് നെടുമാട്ടുങ്കര ഉൾപ്പെടെയുള്ള കർഷക കോൺഗ്രസിന്റെ ഭാരവാഹികൾ, നമ്മുടെ എക്സ് സർവീസ്മാൻ ജില്ലാ ചെയർമാൻ നമ്മുടെ കുഞ്ഞിരാമൻ നമ്പ്യാർ, പോയിൽ മുഹമ്മദ് ഖാൻ, എല്ലാവർക്കും വേണ്ടി ആശംസകൾ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ നിർത്തിയ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്യുകയാണ്. അടുത്തതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി CJ മാത്യു 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, സമയം ഏറെ വൈകി ദീർഘമായിട്ട് സംസാരിച്ചു പോകുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഈ സമരത്തിലൂടെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിന്റെ പ്രസക്തി. ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ അടിസ്ഥാന മേഖല, അതുപോലെ തന്നെ ആരോഗ്യ മേഖല, അവിടെ ഉണ്ടാവുന്ന വികസനങ്ങളാണ് അതിന്റെ സൂചിക എന്നുള്ളത് നാം മനസ്സിലാക്കുക. CPM-ന്റെ ഒക്കെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ആരോഗ്യ രംഗത്ത് കേരളം വളരെയേറെ കുതിച്ചു, ലോകത്തിന് തന്നെ മാതൃകയായി കേരളത്തിലെ 1ാം സ്ഥാനം ആരോഗ്യ മേഖലയ്ക്കുണ്ട് എന്നൊക്കെ ഇവർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാം ഇത്തരത്തിലുള്ള
വളരെ ദയനീയമായ ആരോഗ്യരംഗം പരിപൂർണമായി തകർന്നിരിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടുമ്പുറത്ത് കാണുന്നത്. എത്രയോ മലയോര മേഖലയിലെ പഞ്ചായത്തുകള്, ആദിവാസി പുനരധിവാസ മേഖലയിൽ വസിക്കുന്ന 3000-ലധികം ആദിവാസി കുടുംബങ്ങള്, അതുപോലെ പഞ്ചായത്തുകളിൽ വസിക്കുന്ന ഒട്ടനവധി ആദിവാസികള്, ഇവിടുത്തെ അടിസ്ഥാന മേഖലയിൽപ്പെട്ട ആൾക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം, സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം, അവരാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നത്. അവർക്ക് നേരെയാണ്, അവരുടെ അവകാശങ്ങളാണ് ഈ ഒരു ആശുപത്രിയുടെ സേവനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഹരിക്കപ്പെടുന്നത് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. അവരോടുള്ള വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള നിഷേധങ്ങളെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ഇതിൽ പങ്കാളികളായ മുഴുവൻ സഹപ്രവർത്തകരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പേരാവൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരുപാട് നാളുകളായി നമ്മൾ നേരിടുകയാണ്. അതിൽ നിരന്തരം സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യുവജന സംഘടനകളും മുമ്പോട്ട് ഇറങ്ങിയിരിക്കുന്നതിന്റെ അവസാന ഒരു ഭാഗമാണ് ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ സമരം. സർക്കാരിന്റെ ഇത്തരം കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശക്തമായ സമര പരിപാടികൾ ഇനിയും മുന്നോട്ട് പോകും. ഈ സമരത്തിൽ, ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ AICCയുടെ പ്രിയപ്പെട്ട മെമ്പർ VA നാരായണേട്ടനെ ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ജില്ലയുടെ വൈസ് പ്രസിഡന്റ്, മറ്റ് മെമ്പർമാർ, പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജൂബിലി ചാക്കോ, മറ്റു പ്രിയപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ധർണാ സമരം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അതുപോലെ തന്നെ HMC കമ്മിറ്റി അംഗവുമായ പോക്കുട്ടിക്ക് ക്ഷണിക്കും. ഏറെ ബഹുമാന്യായ അധ്യക്ഷ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, DCC സെക്രട്ടറി PC രാമകൃഷ്ണൻ, ഈ യോഗത്തിൽ സംബന്ധിച്ചിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെ സംബന്ധിക്കുക, ഇവിടെ ഈ ആശുപത്രിയെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള നേതാക്കന്മാർ വളരെ വിശദമായി സംസാരിച്ചു. ഇനി ഇവിടെ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ആശുപത്രിയുടെ ഏതാണ്ട് ഒരു 10-15 വർഷക്കാലമായി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന HMC മെമ്പർ എന്നുള്ള നിലയിൽ ഈ HMC യോഗങ്ങൾ നടക്കുന്നത് ഇവിടെ പല രീതിയിലുള്ള വാർത്തകൾ വരുമ്പോഴുമൊക്കെ ഞങ്ങൾ HMC ആണ് ഇവിടെ ഡോക്ടർമാരില്ലാതെ ആക്കുന്നത് എന്നുള്ള അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളെ പോലും പല മാധ്യമങ്ങളിൽ കൂടെ ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഭരണത്തിൽ നിൽക്കുന്ന പഞ്ചായത്തിനെയോ ബ്ലോക്ക് പഞ്ചായത്തിനെയോ അതുപോലെ തന്നെ സർക്കാരിനെയോ പറയാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ നടത്തുന്നു. അതൊക്കെ പൊതുയോഗം വെച്ച് പേരാവൂർ പഞ്ചായത്തിലും പേരാവൂർ ബ്ലോക്കിനകത്ത് എല്ലാ മേഖലകളിലും ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുള്ള ചില ആളുകൾ വ്യക്തിവൈരാഗ്യം വെച്ച് പറയുന്ന സ്ഥിതിഗതികളുണ്ട്. അതൊക്കെ വളരെ വിശദമായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കും. വളരെ വിശദമായി അവരുടെ എല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. മറ്റൊന്ന്, നമുക്ക് ഈ ആശുപത്രിയുടെ HMC മീറ്റിംഗിൽ ഈ കഴിഞ്ഞ ദിവസം പോലും ഞങ്ങൾ ഈ ഡോക്ടറില്ലാത്ത പ്രശ്നങ്ങൾ, ഇവിടെ ജീവനക്കാരില്ലാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിലും മറ്റ് കോൺഗ്രസിന്റെ ഘടകകക്ഷിയുടെ ആളുകളിലുമൊക്കെ ഈ HMC മീറ്റിംഗിൽ എല്ലാ മീറ്റിംഗുകളിലും ഇതൊക്കെ ഞങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ 3 മാസത്തിലൊരിക്കൽ മാത്രമാണ് ഇവിടെ HMC യോഗം ചേരാറുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി 10-40 വർഷങ്ങളായി 50 വർഷങ്ങളായി വീട് വെച്ച് താമസിക്കുന്ന പലർക്കും അവരുടെ വഴികൾ, നടന്നു പോകുന്ന വഴികൾ പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൻ മതിൽ കെട്ടിക്കൊണ്ട് ആശുപത്രിയിൽ ഒരു ഭാഗത്തുകൂടെ മാത്രം വഴിവെച്ചുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ പേരാവൂർ താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിൽ വളരെ വലിയ 1000-ഓളം ആളുകൾ ചികിത്സക്കായി ഹരിജനങ്ങൾ ഉൾപ്പെടെ വന്നു ചേരുന്ന ഈ ആശുപത്രിയിൽ ഏക ഒരു വഴി പേരാവൂർ ടൗണിൽ കൂടെ വന്നു കയറാൻ മാത്രമേ ഇപ്പോഴുള്ളൂ. മറ്റു ഭാഗങ്ങളെല്ലാം കെട്ടിമുട്ടിച്ച് ഇപ്പോൾ ഞങ്ങൾ ഈ കടന്നു വന്നത് ഒരു കെട്ടാൻ പോകുന്ന ഒരു മതിലിന്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ ഇവിടെ വളരെ ഷോർട്ടായി വന്നിട്ടുള്ളത്. ഈ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ പ്രദേശത്ത് പോലും വലിയ ദുരിതങ്ങൾ മഴ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അത്തരം ദുരിതങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സർക്കാർ ആശുപത്രിയാണ് നമ്മൾ സാധാരണ പെട്ടെന്ന് ആശ്രയിക്കാറുള്ളത്. എന്നാൽ നമുക്കിപ്പോൾ പേരാവൂർ ടൗണിൽ കൂടെ വരുന്ന 2-3 ഭാഗങ്ങളിലുള്ള വഴികളെല്ലാം മുട്ടിച്ചുകൊണ്ട് ഒരു വഴി മാത്രം വെച്ചുകൊണ്ടുള്ള വികസന നേട്ടങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഈ ഭരണകർത്താക്കൾ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് ശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരണമെന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.